അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയ മുതൽ ഇങ്ങോട്ട് വരുന്ന വരെയുള്ള വ്ളോഗുകളെല്ലാം കൂടി ചേർത്ത് ഒരു വ്ളോഗ് അങ്ങനെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തത്. കാരണം നമ്മൾ അന്നൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ കുറേ റെസിപ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വലുപ്പം ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് ഞാൻ പക്ക ഒരു വ്ളോഗ് രൂപത്തിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പോകാറുള്ളത് എപ്പോഴും എല്ലാവർക്കും അറിയാലോ കാനിയിലോട്ട് തന്നെയാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ അയാൻകുട്ടി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഇപ്പോൾ ഫുഡിൻ്റെ ഒരു സ്പോട്ടുകളാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഐസ് വേണം പറഞ്ഞാൽ ഐസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തി കേട്ടോ. അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് നല്ല മീൻകറിയും കപ്പയും അതുപോലെ മട്ടരിയല്ല ചോറും ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ ആയിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ സിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് ആരോ കൊണ്ടുവന്ന നല്ല അരവണ പായസവും മിഠായിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് നമ്മൾ നേരെ പോണത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീടാണ്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് പൂരം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത്രയും വെറൈറ്റി ഒരു പൂരം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതെല്ലാം കൂടെ നല്ല പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊത്തം മറ്റേ കരടി അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടോ. ഈവനിങ് പിന്നെ അനിയത്തിയുടെ പല്ല് ഡോക്ടറിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് വന്ന് ഞാനും അങ്ങോട്ട് പോയി. നമ്മൾ രാത്രി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. പിറ്റേ ദിവസം ഉമ്മ ടൂറ് പോയൊരു ഡേയും കൂടിയായിരുന്നു. നമ്മൾ പോയ സമയത്ത് അപ്പോഴല്ലേ അവർക്കൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പോയി എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഉമ്മ ടൂർ പോയ ദിവസം അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണെന്നുള്ളത്. ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല റോസ്റ്റ് ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, സാൻഡ്വിച്ചും ഉണ്ടാക്കി കേട്ടോ. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് തീർത്തു. പിന്നെ ഉച്ചയ്ക്ക് നോൺ വെജ് കാര്യങ്ങളൊന്നും മേടിച്ചില്ല. കാരണം ഒന്നാമത് കുക്ക് ചെയ്യാനൊന്നും വലിയ മൂടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെച്ച് ചമ്മന്തി ഉണ്ടാക്കി, പരിപ്പും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി. നമ്മുടെ അവിടെ നല്ല തണുപ്പ് കാരണം എണ്ണയുടെ കട്ടിയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ഓംലേറ്റും പൊരിച്ചിട്ട് അന്നത്തെ ലഞ്ച് കഴിക്കൽ അങ്ങനെയൊക്കെ ആക്കി. പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, കറി കൊണ്ടുവച്ച്, ഉപ്പേരി കൊണ്ടുവച്ച്, ചമ്മന്തി കൊണ്ടുവച്ച്. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ഒരു ദിവസം, ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി അതിൻ്റെ മുകളിൽ കറിയും വിളമ്പി, പപ്പടം വെച്ച്, ഉപ്പേരി വെച്ച്. എനിക്ക് ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ ഈ കയ്പ്പക്ക ഉപ്പേരി അവിടങ്ങളിൽ മാത്രം ഉണ്ടാക്കണം. നമ്മളെ ഇങ്ങോട്ട് വരെ വേറെ രീതിയിലൊക്കെ ആട്ടോ ഉണ്ടാക്കാറുള്ളത്. അത് കഴിച്ച് അരവണ പായസം കഴിച്ചു. പിന്നെ ഇത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്ളോഗിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ്. ഉമ്മ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ശേഷം നമ്മൾ നെയ്ച്ചോറും ബീഫും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇക്ക വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൺഡേ ആണ്. അപ്പോൾ മൺഡേ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. ആദ്യം ഇക്ക മോർണിംഗ് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുക്കിംഗ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചാണ്. പിന്നെ ഇല്ല ഈവനിങ് ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പരിപാടി എന്താ, ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീക്കുക, അങ്ങനെയൊക്കെ തന്നെ. കുറച്ച് ദിവസം മാത്രമാണ് ഉറക്കമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഉറക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ റിഹാന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യത്തെ വെക്കേഷന്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി എണീച്ച് ഈവനിങ് ഒരു ചായ എല്ലാം കുടിച്ച ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി വെറുതെ ഇരിക്കുക അതിനെ. പിന്നെ പിറ്റേ ദിവസം ഞാനും ഇക്കയും കൂടെ റെഡി ആയിട്ട് കഹാനിയിലോട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യും. ഇക്ക നേരെ കോഴിക്കോടും പോവും. അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ പിറ്റേ ദിവസം. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു, ബാഗും ഒക്കെ കൊണ്ടുവച്ച്. ഇനിയിപ്പോൾ എന്നെ അലനല്ലൂർ ഡ്രോപ്പ് ചെയ്യും. ഞാൻ അവിടെ നിന്ന് ബസ് കയറിപ്പോവും. കാരണം
രണ്ടും രണ്ട് വേലായതുകൊണ്ടേ അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ആക്കിയത് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ വണ്ടിയിലൊക്കെ കയറി. ഇവിടെ ഭയങ്കര ഡസ്റ്റാണ് റോഡ് പണി കാരണം. അത് കാരണമാണ് എനിക്ക് വയ്യാണ്ടായത് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അതിന് ശേഷം എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ റീലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയ ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊന്നൊന്നൊരു ബസ്സായിരുന്നു. ആ എക്സ്പീരിയൻസ് ഞാൻ മറക്കൂല. പൊതുവേ നമ്മുടെ മണ്ണാർക്കാട് റൂട്ടിൽ ഓടുന്ന ബസ്സുകളൊന്നും അത്ര വലിയ കെയറൊന്നും കൊടുക്കില്ല എന്നാണ് തോന്നുന്നത്. ഐഷ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് മാത്രം ഞാൻ നല്ല രീതിയിൽ ഓട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഹാനിയിലെത്തി. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചു. നമ്മുടെ ഒരു പാർട്ട്ണർ വന്നു, പിന്നെ സ്റ്റാഫ് ഒരു താത്തയുണ്ട് കേട്ടോ. നമ്മളൊരു താത്താനെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചുമ്മാ അങ്ങനെ കറങ്ങി നടന്ന് നമ്മൾ ഒരു സാരിയുടെ ഫോട്ടോഷൂട്ടായിരുന്നു, സാരി കൊടുത്തിട്ടുള്ള റീലായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം റെഡിയൊക്കെ ആയിട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിലോട്ട് 2 കസ്റ്റമറൊക്കെ വന്നു. അപ്പോൾ വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ വേഗം എടുത്തോളാനൊക്കെ പറഞ്ഞു. പിന്നെ ജിനിയുടെ ഗൗണ് എവിടുന്നാ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 1300-400 അങ്ങനെ എങ്ങാണ്ടോ ആണ് തോന്നുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ പോത്തോഴിക്കാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിൽ പോയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. പിന്നെ ഉപ്പാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിൻ്റെ. അപ്പം അതിൽ ഉപ്പാക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എടുത്തിട്ടുണ്ട്. വൈറ്റ് ഷർട്ടാണ്. അതന്നെ നമ്മൾ നിർബന്ധിച്ച് എടുക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അയൻകുട്ടി കഹാനിയിലോട്ട് പോവാണ്. അവള് ജോബിനും പോയി. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മൂവിക്കൊക്കെ പോയി ലഞ്ചെല്ലാം കഴിച്ച് നല്ല എൻജോയ് ഒക്കെ ആക്കിയിട്ട് അയൻകുട്ടിനെ കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുത്തിയതല്ല. അപ്പം അവനക്കൊരു ഔട്ടിങ്, അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആണ് നമ്മൾ നല്ല പോലെ അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്. ഉപ്പ വന്നില്ല, ഉപ്പാക്ക് ഇങ്ങനെ ക്രൗഡിലൊന്നും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതാ റെഡിയായി. ഇനി ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്ത് വിടാം, അതാ നല്ലത്. ഇതൊരു ചെറിയ തട്ടിക്കൂട്ട് വ്ളോഗായിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.